ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് BSc എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2024 ജൂലൈ 27 നടന്ന തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ LDCയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. അതിൽ സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ് വരുന്നത്. 33 മുതലാണ് സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തുടങ്ങുന്നത്. ഓക്കെ, അതിൽ 33ാം ചോദ്യം: കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം വരുന്നത്. അതിൽ ആൻസറായി വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3 ശരിയായി വരുന്നത്. അതായത് വെള്ള നിറം സൂചിപ്പിക്കുന്നത് മുന്നറിയിപ്പില്ല എന്നും മഴയില്ല എന്നും സൂചിപ്പിക്കുന്നു. അതുപോലെ മൂന്നാമത്തെ വരുന്നത് മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകുമെന്നും സൂചിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ 33ൻ്റെ ആൻസറായി വരുന്നത്. അടുത്തത് 34 വരുന്നത് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത് എന്നാണ്. ആൻസറായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഡെൻഡൻ ആണ് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കലയായി വരുന്നത്. അടുത്തത് 35ാം ചോദ്യം: ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമേതാണ്? അതായത് സംവിധാനമാണ് ഏതാണെന്ന് ചോദ്യം. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം. ആൻസർ വരുന്നത് കമ്മ്യൂണിറ്റി റിസർവുകളാണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. കമ്മ്യൂണിറ്റി റിസർവുകളാണ് ആൻസറായി വരുന്നത്. അടുത്തത് 36ാം ചോദ്യം: ദ്രാവകാവസ്ഥയിലുള്ള യോജക കലകൾക്ക് ഉദാഹരണം ഏത്? ദ്രാവകാവസ്ഥയിലുള്ള യോജക കലകൾക്ക് ഉദാഹരണം. ഇതിൽ ആൻസറായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. രക്തമാണ് ദ്രാവകാവസ്ഥയിലുള്ള യോജക കലകൾക്ക് ഉദാഹരണം. അടുത്തത് മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത്? മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ബി കരളാണ്. കരളാണ് മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്നത്. അടുത്തത് മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏത്? മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അക്രോമെഗാലിയാണ്. അക്രോമെഗാലിയാണ് മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ലൈസോസൈമാണ്. ലൈസോസൈമാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്ന ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ്. ആൻസർ ഓപ്ഷൻ ബി മിഠായി പദ്ധതിയാണ്. പ്രമേഹം വന്നവർക്ക് കൊടുക്കുന്ന മിഠായി അല്ലേ, അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ മതി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സയ്ക്ക് നൽകുന്ന കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയുടെ പേരാണ് മിഠായി എന്നത്. അടുത്തത് 2024 ലോക പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2024 ലോക പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം അല്ലെങ്കിൽ നടന്ന രാജ്യം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സൗദി അറേബ്യ. 2024 ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചത് അല്ലെങ്കിൽ ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ചത് സൗദി അറേബ്യയാണ്. അടുത്തത് 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 kg മാസുള്ള ഒരു ബോക്സിൻ്റെ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും? സ്ഥിതികോർജ്ജം കാണാനാണ്. അതിന് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 10 m/s² എന്നാണ്. സ്ഥിതികോർജ്യം കാണാനുള്ള ഇക്വേഷൻ mgh ആണ്. അതായത് മാസ്, ഗ്രാവിറ്റി, ഹൈറ്റ് എന്നാണ്. ഇതിൽ മാസ് 0.2 തന്നിട്ടുണ്ട്, ഹൈറ്റ് വന്നിട്ടുള്ള 1 മീറ്റർ തന്നിട്ടുണ്ട്, ഗ്രാവിറ്റി 10 m/s തന്നിട്ടുണ്ട്. അപ്പോൾ അത് മൂന്നും കൂടി ഇൻറ്റു ചെയ്യുക. അപ്പോൾ ആൻസർ വരുന്നത് 2 ജൂളാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 2 ജൂളാണ്. അടുത്തത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ആൻസർ ഓപ്ഷൻ ഡി അപവർത്തനം.
നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസമാണ് അപവർത്തനം. വജ്രമാണെങ്കിൽ പൂർണ്ണാന്തര പ്രതിഫലനമാണ്. അടുത്തത് ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി F താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില എത്രയാണ്? ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില. ആൻസർ ഓപ്ഷൻ എ 0 ഡിഗ്രി സെൽഷ്യസ്. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനിലയാണ് 0 ഡിഗ്രി സെൽഷ്യസ്. ആൻസർ ഓപ്ഷൻ എ. അടുത്തത് ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഓഗസ്റ്റ് 23. ആൻസർ ഓപ്ഷൻ ബി ഓഗസ്റ്റ് 23 അടുത്തത് സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേരെന്ത്? സൂര്യനെയും ബാഹ്യ വലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേരാണ് ആദിത്യ L1. ആദിത്യ L1 വിക്ഷേപിച്ചാണ്. അടുത്തത് രാജദ്രാവകം അല്ലെങ്കിൽ അക്യുറീജിയ എന്നാൽ എന്താണ്? രാജദ്രാവകം അക്യുറീജിയ എന്നാൽ എന്ത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3 എന്ന അനുപാതത്തിലാണ്. അതായത് രാജദ്രാവകം അല്ലെങ്കിൽ അക്യുറീജിയ എന്ന് പറയുന്നത് നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് 1:3 എന്ന അംശബന്ധമാണ്. അടുത്തത് ഇന്ത്യയിൽ സീറോ കാർബണായ നഗരം ഏത്? ഇന്ത്യയിൽ സീറോ കാർബണായ നഗരം തന്നിട്ടുള്ളതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. സാഞ്ചിയാണ് ഇന്ത്യയിൽ സീറോ കാർബണായ നഗരമെന്ന് അറിയപ്പെടുന്നത്. അടുത്തത് താഴെ പറയുന്നവൻ യഥാർത്ഥ ലായനി ഏത്? ഈ താഴെ തന്നിട്ടുള്ളവൻ യഥാർത്ഥ ലായനി. ആൻസർ ഓപ്ഷൻ ബി സോഡിയം അമാൽഗം. സോഡിയം അമാൽഗമാണ് താഴെ തന്നിട്ടുള്ളവൻ യഥാർത്ഥ ലായനി. അടുത്തത് താഴെ പറയുന്നവൻ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? താഴെ തന്നിട്ടുള്ളവൻ സിങ്ക് ബ്ലെൻഡ്. ആൻസർ ഓപ്ഷൻ ഡി സിങ്ക് സൾഫൈഡ്. സിങ്ക് സൾഫൈഡാണ് ഈ താഴെ തന്നിട്ടുള്ളവൻ സിങ്ക് ബ്ലെൻഡ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം താഴെ പറയുന്നവരിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം താഴെ പറയുന്നവരിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട്സ്. ക്വാണ്ടം ഡോട്ട്സുമായി ബന്ധപ്പെട്ടാണ് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഒത്തിരി നാളായി നമ്മളെ വീഡിയോസ് കിട്ടിയിട്ട് കുറച്ച് പ്രോബ്ലം ആയതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാതിരുന്നത്. ഇനി മുതൽ നമ്മൾ വരുന്ന ബാക്കിയുള്ള ജില്ലകളിലേക്ക് ബന്ധപ്പെട്ടിട്ടുള്ള LDC ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നോക്കിയതിൻ്റെ നമ്മളതിൻ്റെ അനുബന്ധമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.